Next we are discussing about on the basis of control. On the basis of control, companies are classified into two types. First one, holding company. According to Section 246 of the Companies Act 2013, holding company in relation to one or more other companies means a company of which such companies are subsidiary company. A company is known as holding company of another company if it has control over that other company. അതായത് ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ മുകളിൽ അല്ലെങ്കിൽ വേറെ കമ്പനീസിൻ്റെ മുകളിലുള്ള കൺട്രോൾ ഉണ്ടാകുന്ന അങ്ങനത്തെ കമ്പനീസാണ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. കൺട്രോളിൻ്റെ ബേസിലാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് ഹോൾഡിംഗ് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് വേറൊരു കമ്പനിയുടെ മുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കും. Second one ആണ് subsidiary company. According to Section 287 of the Companies Act 2013, a company is known to be a subsidiary company or subsidiary in relation to another company. That is to say the holding company. അതായത് ഒരു കമ്പനിക്ക് സബ്സിഡറി കമ്പനി എന്ന് പറഞ്ഞാൽ ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡറി കമ്പനിയുടെ മുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പറയുന്നതാണ് കൺട്രോൾസ് ദി കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഹോൾഡിംഗ് കമ്പനിക്ക് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് exercises or controls more than 1/2 of the total voting power either of its own or together with one or more of its subsidiary company. അല്ലെങ്കിൽ അതായത് സബ്സിഡറി കമ്പനിയുടെ വോട്ടിംഗ് റൈറ്റിൻ്റെ 1/2 ആരുടെ കയ്യിലായിരിക്കും? ഹോൾഡിംഗ് കമ്പനിയുടെ കയ്യിലായിരിക്കും. അപ്പോൾ ഈ ഹോൾഡിംഗ് കമ്പനി ഏത് കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഏത് കമ്പനിയുടെയാണോ കൺട്രോൾ കൈവശം വെച്ചിട്ടുള്ളത് ആ കമ്പനീസാണ് സബ്സിഡറി കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എ പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അതുപോലെ ബി സി പറഞ്ഞിട്ടൊരു കമ്പനീസ് ഉണ്ട്. ഈ എ പറഞ്ഞ കമ്പനീസിന് ബി സിൻ്റെ മുകളിൽ കൺട്രോൾ ഉണ്ട്, അവരുടെ ബോർഡിൽ കൺട്രോൾ ഉണ്ട്, അതുപോലെ വോട്ടിംഗ് റൈറ്റിലൊക്കെ കൺട്രോൾ ഉണ്ട്. അപ്പോൾ എ പറയുന്ന കമ്പനി ആയിരിക്കും ഹോൾഡിംഗ് കമ്പനി, അതുപോലെ ബിയും സിയും ആയിരിക്കും സബ്സിഡറി കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് നാഷണാലിറ്റി. ഓൺ ദി ബേസിസ് ഓഫ് നാഷണാലിറ്റിയിൽ കമ്പനീസിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനീസ് ആണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. എ കമ്പനി ഫോംഡ് അണ്ടർ is a specific company act of nation is known as national company. അതായത് കമ്പനി ഫോം ചെയ്തെന്ന് ഒരു നേഷൻ്റെ സ്പെസിഫിക് കമ്പനി ആക്ട് പ്രകാരം ഫോം ചെയ്തിട്ടുള്ള കമ്പനീസാണ് നാഷണൽ കമ്പനി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസൊക്കെ എന്താണ്? നേഷൻ കമ്പനി, നമ്മുടെ ഇന്ത്യയുടെ നേഷൻ്റെ കമ്പനീസാണ് നാഷണൽ കമ്പനീസിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത് എ ഫോറിൻ കമ്പനീസ് വൺ incorporated outside India as per Section 242 of the Companies Act 2013. Foreign company means any company or body corporate incorporated outside India which has a place of business in India, whether by itself or through an agent, physically or through electronic mode, and conducts any business activity in India in any manner. അതായത് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യക്ക് പുറമെ ഇൻകോർപ്പറേറ്റ് ചെയ്ത്, അതായത് ഫോം ചെയ്തിട്ടുള്ള കമ്പനീസാണ് ഫോറിൻ കമ്പനി എന്ന് പറയുന്നത്. സെക്ഷൻ 248 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഫോറിൻ കമ്പനീസിനെ കുറിച്ച് പറയുന്നത്. ഈ സെക്ഷൻ പ്രകാരം ഫോറിൻ കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനി ആകാം അല്ലെങ്കിൽ ഒരു ബോഡി കോർപ്പറേറ്റ് ആവാം. പക്ഷെ അത് എവിടെയായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നത്? ഔട്ട്സൈഡ് ഇന്ത്യ. ഫോം ചെയ്തിട്ടുള്ളത് ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കും. ഇവരുടെ ബിസിനസ് പക്ഷേ ഇന്ത്യയിലായിരിക്കും. ഒന്നെങ്കിൽ ഏജൻറ്റ് വഴി അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് വഴിയൊക്കെ ഇവർ ബിസിനസ് കണ്ടക്ട് ചെയ്യും. ഇങ്ങനത്തെ കമ്പനീസാണ് ഫോറിൻ കമ്പനി. അല്ലെങ്കിൽ ഇവർ കണ്ടക്ട്സ് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. അതായത് വേറെ ഏത് മാനറിലും ഇവർക്ക് ബിസിനസ് ആക്ടിവിറ്റി ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്യാം. ഇങ്ങനത്തെ കമ്പനീസാണ് ഫോറിൻ കമ്പനീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡോക്യുമെൻറ്റ്സ് എക്സെട്ര ടു ബി ഡെലിവേർഡ് ടു രജിസ്ട്രാർ ബൈ ഫോറിൻ കമ്പനീസ്
സെക്ഷൻ 318, അതായത് ഒരു ഫോറിൻ കമ്പനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇത് സെക്ഷൻ 380 പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് a certified copy of charter, statutes on or memorandum and articles thereof, the company or other instruments constituting or defined in the constitution of the company, and if the instrument is not in the English language, is certified translation thereof in the English language. അതായത് ഒരു കോപ്പി, ഒരു സർട്ടിഫൈഡ് കോപ്പി ഓഫ് ചാർട്ടർ, അതായത് കമ്പനിയുടെ എന്തൊക്കെയാണ് ചട്ടങ്ങളാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ പ്രമാണങ്ങളാണുള്ളത് അതിൻ്റെ ഒരു കോപ്പി, അതുപോലെ സ്റ്റാറ്റ്യൂസ് നിയമങ്ങളുടെ ഒരു കോപ്പി, അല്ലെങ്കിൽ മെമ്മറാൻഡം, അതുപോലെ ആർട്ടിക്കിൾസ്, കമ്പനിക്ക് മെമ്മറാൻഡം ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട്, കമ്പനിയുടെ നിയമങ്ങളെ പറ്റിയിട്ട് പറയുന്ന എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, എന്തൊക്കെ ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി, സർട്ടിഫൈഡ് കോപ്പി രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാവണം. ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് രജിസ്ട്രാർക്ക് മുന്നിൽ സബ്മിറ്റ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പറയുന്നതാണ് the full address of the registrar or principal office of the company. കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസ് എവിടെയാണ്, രജിസ്റ്റർ ചെയ്ത ഓഫീസ് എവിടെയാണ്, അതിൻ്റെ ഫുൾ അഡ്രസ്സാണ് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത്. നെക്സ്റ്റ് വൺ, the list of directors and secretary of the company containing such particulars as may be prescribed. അതായത് നെക്സ്റ്റ് വേണ്ടത് കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ സെക്രട്ടറി ആരൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യേണ്ടത്. അവരുടെ ഡയറക്ടേഴ്സിൻ്റെ എണ്ണം, അതുപോലെ കമ്പനിയുടെ സെക്രട്ടറിയുടെ എണ്ണം. നെക്സ്റ്റ് പറയുന്നതാണ് the name and address or names and address of one or more of a person resident in India authorized to accept on behalf of the company service of process and any notice or other documents required to be served on the company. അതായത് ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ആരാണ് കമ്പനിയുടെ നോട്ടീസും അതുപോലെ കമ്പനീനെ സംബന്ധിച്ചുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും റിസീവ് ചെയ്യാൻ പറ്റിയ ആൾ ആരാണ്, അയാളുടെ ഫുൾ നെയിമും, അയാൾ ഒരാളാണെങ്കിൽ അയാളുടെ നെയിമും അഡ്രസ്സും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ അവരുടെ നെയിംസും അഡ്രസ്സും രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വേണ്ടതാണ് the full address of the office of the company in India which is deemed to be its principal place of business in India. അതായത് ഇന്ത്യയിലെ കമ്പനിയുടെ പ്രധാന ബിസിനസ് പ്ലേസ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന കമ്പനിയുടെ ഓഫീസിൻ്റെ ഫുൾ അഡ്രസ്സ്, ഇന്ത്യയിൽ ബിസിനസ്സുള്ള കമ്പനിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ പ്രധാന ഓഫീസായിട്ട് കണക്കാക്കപ്പെടുന്ന കമ്പനിയുടെ ഓഫീസിലെ ഫുൾ അഡ്രസ്സും രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് വേണ്ടതാണ് പെർട്ടിക്കുലേഴ്സ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഓൺ ഇയർലിയർ ഒക്കേഷൻ. അതായത് ഏതെങ്കിലും മുമ്പത്തെ അവസരങ്ങളിൽ ഇന്ത്യയിൽ ഒരു ബിസിനസ് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ എന്ത് ചെയ്യണം, രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് ഡിക്ലറേഷൻ ദാറ്റ് നൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഓർ ദ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഇൻ ഇന്ത്യ ഹാസ് ever been convicted or debarred from formation of companies and management in India or abroad. അതായത് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ്, ഇന്ത്യയിലുള്ള ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവോ കമ്പനിയുടെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഫോർമേഷനിൽ നിന്ന് ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിലക്കൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏർപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ഡിക്ലറേഷൻ ഫോം അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കണം, ഞങ്ങൾക്ക് ഇങ്ങനെ വിലക്കും അതുപോലെ ശിക്ഷിക്കപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഡിക്ലറേഷൻ രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. പിന്നെ പറയുന്നതാണ് എനി അതർ ഇൻഫർമേഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഏതൊക്കെ ഇൻഫർമേഷനാണ് പിന്നെ പറയുന്നത് അതൊക്കെ രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്പ്ലേ ഓഫ് നെയിം എക്സെട്ര ഓഫ് ഫോറിൻ കമ്പനി സെക്ഷൻ 382. സെക്ഷൻ 382 പ്രകാരം എങ്ങനെയൊക്കെയാണ് കമ്പനിയുടെ നെയിംസ്, ഫോറിൻ കമ്പനിയുടെ നെയിം ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് ദ കമ്പനി ഷുഡ് എക്സിബിറ്റ് ഓൺ
the outside of every office or place where it carries on business in India, the name of the company and the country in which it is incorporated. This is to be done in letters easily legible in English characters and also in the characters of the language or one of the languages in general used in the locality in which the office or place is situated. അതായത് കമ്പനിയുടെ എല്ലാ ഓഫീസുകളുടെയും ഓഫീസുകളുടെയും പ്ലേസിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ബിസിനസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ അല്ലെങ്കിൽ കൺട്രിയുടെ പേര് ഡിസ്പ്ലേ ചെയ്യണം. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ കുഴപ്പമില്ല. അത് ഇംഗ്ലീഷ് ലാംഗ്വേജിലല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്ത് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ആക്കിയിട്ട് മാറ്റണം. അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ ആ കമ്പനി എവിടെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത് ആ ലൊക്കാലിറ്റിയിൽ മനസ്സിലാവുന്ന ഭാഷയിൽ അവിടെ ലൊക്കാലിറ്റിയിലെ ലാംഗ്വേജ് എന്താ വെച്ചാൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യുക. Second one ആണ് the name of the company and the country in which the company is incorporated to be stated in legible characters in all business letters, bill heads and the letter paper and in all notices and the other official publications of the company. അതായത് കമ്പനിയുടെ പേരും അതുപോലെ കൺട്രിയും കമ്പനി ഏത് കൺട്രിയിലാണ് ഇൻകോർപ്പറേറ്റ് ചെയ്തത് അത് ഈസിലി മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സിൽ എല്ലാ ബിസിനസ് ലെറ്റേഴ്സിലും അതുപോലെ ബിൽ ഹെഡ്സിലും ലെറ്റർ പേപ്പറിലും എല്ലാ നോട്ടീസിലും കമ്പനിയുടെ എല്ലാ പബ്ലിക്കേഷനിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നതാണ് ഇഫ് ദി ലാബിലിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്. ഏതൊക്കെ അവസരങ്ങളിലാണ് മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആവുക? അത് ഫസ്റ്റ് കേസ് എന്ന് പറയുകയാണെങ്കിൽ ടു ബി സ്റ്റേറ്റഡ് ഇൻ എവരി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ആൻഡ് ഇൻ ഓർഡർ ബിസിനസ് ലെറ്റേഴ്സ്, ബിൽ ഹെഡ്സ്, ലെറ്റർ പേപ്പർ, നോട്ടീസസ്, അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അതർ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് ഓഫ് ദി കമ്പനി ഇൻ ലെജിബിൾ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ്. അതായത് ഫസ്റ്റ് പറയുന്നതാണ് എല്ലാ പ്രോസ്പെക്ടസിലും അതുപോലെ ബിൽ ഹെഡിലും ലെറ്റർ പേപ്പറിലും നോട്ടീസസിലും അഡ്വർടൈസ്മെൻറ്റിലും അതർ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ കമ്പനിയുടെ അതർ ആയിട്ടുള്ള എല്ലാ ഒഫീഷ്യൽ പബ്ലിക്കേഷനിലും മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ ഈസ് ടു ബി എക്സിബിറ്റഡ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് ദി എവരി ഓഫീസ് ഓർ place where it carries on business in India in legible English characters and also in legible characters of the language or one of the languages in general use in the locality in which the office or place is situated. അതായത് കമ്പനിയുടെ ഓഫീസ് ഔട്ട്സൈഡ് ഓഫീസ് എവിടെയാണ്, അവിടെ വർക്കൊക്കെ ക്യാരി ചെയ്യുന്ന ഔട്ട്സൈഡ് ഓഫീസ് എവിടെയാണ്, അത് ലെജിബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സിൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം. നെക്സ്റ്റ് പറയുന്നതാണ് അതർ ഫോംസ് ഓഫ് കമ്പനീസ്. ഈ പറഞ്ഞതല്ലാതെ ഏതൊക്കെ ഫോംസ് ഓഫ് കമ്പനീസ് ആണ് ഇനിയും ഉള്ളത്? അതിൽ ഫസ്റ്റ് വരുന്നതാണ് സ്മോൾ കമ്പനി. സെക്ഷൻ 285 defines a small company as a company other than a public company. ഒരു പബ്ലിക് കമ്പനി അല്ലാത്ത കമ്പനീസ് ആണെന്ത് സ്മോൾ കമ്പനിന്ന് സെക്ഷൻ 285 ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വിച്ച് ഡസ് നോട്ട് എക്സീഡ് 50 lakh rupees ഫോർ such a higher amount as may be prescribed which shall not be more than 10 crore rupees. അതായത് ഇവിടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 ലക്ഷത്തിൽ കൂടാൻ പാടില്ല. അതായത് കൂടിയ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ 10 crore കൂടാൻ പാടില്ല. ഇങ്ങനെയായിരിക്കും ഇവരുടെ സ്മോൾ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടേൺ ഓഫ് വിച്ച് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ഫിനാൻഷ്യൽ ഇയർ ഡസ് നോട്ട് എക്സീഡ് 2 crore rupees for such a higher amount as may be prescribed which shall not be more than 100 crore rupees. അതായത് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡ് ചെയ്യുന്ന അതായത് തൊട്ടടുത്തിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞാൽ 2 crore rupeesൽ കൂടാൻ പറ്റില്ല. ഹയർ എമൗണ്ട് ആണെങ്കിൽ 100 crore rupeesലും കൂടാൻ പറ്റില്ല. ഇങ്ങനെ ആയിരിക്കും എന്ത്
ഈ സ്മോൾ കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ പറയുന്നത്. അതായത് സ്മോൾ കമ്പനിയിൽ 2 കേസാണ് വരുന്നത്. ഒന്നെങ്കിൽ 50 ലാഖിൽ കൂടാൻ പാടില്ല, പിന്നെ രണ്ടാമത്തെ ഹയർ എമൗണ്ട് ആകുമ്പോൾ 10 crore കൂടാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ 2 കോടിയിൽ, അതായത് 50 ലക്ഷത്തിൻ്റെ കാര്യം പറഞ്ഞിടത്ത് 2 കോടിയിൽ കൂടാൻ പാടില്ല. 10 crore rupeesൻ്റെ 100 crore കൂടാൻ പാടില്ല. ഈ 2 കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് സെക്ഷൻ 285 സ്മാൾ കമ്പനീനെ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഡിഫൈൻഡ് കമ്പനീസ്. എ കമ്പനി ഈസ് നോട്ട് ക്യാരിയിങ് എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ for a period of 2 immediately preceding financial year, has not made any application within such a period for obtaining the status of dormant company under section 455, or a company has failed to commence its business within 1 year of its incorporation, empowers the registrar to remove the name of the company from the register office. A register of companies. These companies are known as defunct companies. അതായത് കമ്പനി ഡിഫൻഡ് കമ്പനീസ് എന്ന് പറയുന്നതാണ് കമ്പനി നോട്ട് ക്യാരിയിങ് എനി ബിസിനസ് ഓർ ഓപ്പറേഷൻ ഫോർ എ പീരീഡ് ഓഫ് 2 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ. അതായത് ബിസിനസ് തൊട്ടടുത്ത നമ്മുടെ സാമ്പത്തിക വർഷത്തിന് ഫിനാൻഷ്യൽ ഇയറിലെ മുമ്പത്തെ 2 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ ബിസിനസ് ഒന്നും നടത്താത്ത കമ്പനീസാണ് ഡിഫൻഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അതാണ് ഡോർമെൻ്റ് കമ്പനിയിൽ പറയുന്നത്. അപ്പോൾ ആ ഡോർമെൻ്റ് കമ്പനിയുടെ പ്രകാരം ഇവരുടെ കമ്പനി ഫെയിൽ ചെയ്യാണ്. കമൻസ് ഈസ് ബിസിനസ് വിത്തിൻ 1 year. 1 വർഷത്തിനുള്ളിൽ കമ്പനി കമൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആക്കാനുള്ളത് ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഇൻകോർപ്പറേഷൻ പവേഴ്സ് ദ രജിസ്ട്രാർ ടു റിമൂവ് ദി നെയിം ഓഫ് ദി കമ്പനി ഫ്രം ദി രജിസ്റ്റർ ഓഫ് ദി കമ്പനീസ്. അപ്പോൾ അവരെന്ത് ചെയ്യും? രജിസ്ട്രാർക്ക് രജിസ്റ്ററിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ കമ്പനീസാണ് ഡിഫൻഡ് കമ്പനീസ് എന്ന് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് ഡോർമെൻ്റ് കമ്പനി. ഡോർമെൻ്റ് കമ്പനി പറയുന്നത് the companies at 2013 introduced a new concept, that is dormant company, which means a company which is not active. അതായത് ആക്റ്റീവ് അല്ലാത്ത കമ്പനീസാണ് ഡോർമെൻ്റ് കമ്പനി എന്ന് പറയുന്നത്.